ഗുഡ് മോർണിംഗ്. ഈശ്വരമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പുതിയ ആഴ്ചയാണ്, പുതിയ ദിവസം, തിങ്കളാഴ്ച നവംബർ 17. ഇന്ന് പുതിയ വചനം പഠിക്കുകയാണ്. ഇന്നലെ നാം കഴിഞ്ഞ ആഴ്ചയിലെ വചനങ്ങൾ ഒരുമിച്ച് ആവർത്തിച്ചു. ഇന്ന് പുതിയ വചനം. ഈ തിങ്കളാഴ്ച ദിവസം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ദി ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് ജെറമായ ചാപ്റ്റർ 31 വേഴ്സ് 9 പറയുന്ന വചനം ഇതാണ്: കണ്ണീരോടെയാണ് അവർ വരുന്നത്. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ നാം സമർപ്പിക്കുമ്പോൾ, ഒരുപാട് വേദനകളോടെ സമർപ്പിക്കുമ്പോൾ, കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് കാണുന്നുണ്ട്. തമ്പുരാൻ പറയുന്നു, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. പിന്നീട് പറയുകയാണ്, ഞാൻ അവരെ നീരുറവകളിലേക്ക് നയിക്കും. ഞാൻ അവരെ നീരുറവകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. With weeping they shall come, and with consolations I will lead them back. I will let them walk by brooks of water in a straight path in which that they shall not stumble. അവരുടെ കാലുകൾ ഇടറാതെ ഞാൻ അവരെ കാക്കും. അവരുടെ വഴി സുഗമമാക്കും. In a straight path in which that they shall not stumble. അവരുടെ കാലിടറാതെ അവരെ നയിക്കും. കണ്ണീരോടെയാണ്, ഒരുപാട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. കർത്താവ് നമ്മുടെ കണ്ണീർ കാണുന്നുണ്ട്, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാവണം: എൻ്റെ ദൈവം എന്നെ കാണുന്നു, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കണ്ണീരൊന്നും വെറുതായാവുകയില്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അങ്ങനെ ഒരു ചിന്തയോടെ ഈ ദിവസം ആരംഭിക്കാം. വിത്ത് വീപ്പിംഗ്, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിക്കും. പഠിക്കണം, ഈ വചനം പഠിക്കണം കേട്ടോ. ഈ ആവർത്തിച്ച് ഈ വചനം പറയുമ്പോൾ ഇതിൻ്റെ ഒരു അഭിഷേകം, ഇതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനും ഇത് ആവർത്തിക്കുമ്പോൾ എനിക്കും ലഭിക്കുന്നു. നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം, ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. എൻ്റെ കർത്താവേ, കണ്ണീരോടെ നിൻ്റെ മുമ്പിൽ വരികയല്ലേ, എന്നെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, എൻ്റെ കാലിടറാതെ കാക്കണമേ, എൻ്റെ വഴി ഒന്ന് സുഗമമാക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം, ഈ ആഴ്ച ആരംഭിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.